ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്നൊരു ചെറിയൊരു ആരോഗ്യ പ്രശ്നവുമായിട്ടാണ് ഇരിക്കുന്നത്. ഇന്നലെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം ഇന്ന് വീഡിയോ ചെയ്യാതെ എങ്ങനെ ഇരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ എണീച്ച് വന്നത്. നാളെ കഴിഞ്ഞ് മറ്റന്നാളിൽ ഞങ്ങളുടെ വീട്ടിൽ രാമായണ വായനയാണ്. NSSൻ്റെ സമാജത്തിൽ ഞങ്ങളെല്ലാവരും കൂടുന്ന സമാജമുണ്ട്. അവിടെ നിന്ന് എല്ലാ വീട്ടിലും കർക്കിടക മാസത്തിൽ വായനയുണ്ട്. നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്നത് മറ്റന്നാളല്ല. അപ്പം ഞാൻ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ജനലിൻ്റെ പാളി തുറന്ന് ആ സൈഡ് തുറച്ചുകൊണ്ടിരുന്ന സമയത്ത് ടർക്കിയുടെ അറ്റം അതിൻ്റെ ഇടയ്ക്ക് കയറി അതിങ്ങനെ ഒന്ന് വലിച്ചെടുത്തതാണ്. ഒരു ഇച്ചിരി വിടവുണ്ടായിരുന്നു. വലിച്ചെടുത്ത് അതിൻ്റെ ഇടയ്ക്കൊന്ന് എന്തോ തെറിച്ച് എൻ്റെ കണ്ണിൽ വീണ്. ഞാൻ അത്ര സാരമാക്കിയില്ല. പക്ഷേ കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് എനിക്ക് തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഭയങ്കര വേദനയായി. ഇങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. കൃഷ്ണമണി മുറിഞ്ഞിരിക്കുകയാണ്, നീളത്തിൽ മുറിഞ്ഞിരിക്കുകയാണ്. അപ്പം കണ്ണിൽ ഒഴിക്കാൻ മരുന്നൊക്കെ തന്ന് ഞാനിവിടെ കിടക്കുമായിരുന്നു. അപ്പോഴാണ് വിചാരിച്ച എന്നാൽ ഒരു വീഡിയോ ചെയ്തതിന് ശേഷമാകട്ടെ. കണ്ണ് വയ്യ, ഭയങ്കര വേദനയുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, പലരും എന്നോട് പറഞ്ഞു മെഡിറ്റേഷൻ ചെയ്തിട്ട് ഏകാഗ്രത കിട്ടുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ലെന്ന്. അപ്പം ഞാൻ ചെയ്യുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്വാസം നമ്മൾ എടുക്കുമല്ലോ, ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ആ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഈശ്വരൻ്റെ രൂപമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഞാൻ എപ്പോഴും അദ്ദേഹത്തെ മനസ്സറിഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈശ്വരനെ ഏത് രൂപത്തിലാണോ കാണുന്നത്, അതായത് ഹിന്ദുക്കളാണെങ്കിൽ കൃഷ്ണനെയോ അല്ലെങ്കിൽ മഹാദേവനെയോ അല്ലെങ്കിൽ ദേവി, അങ്ങനെ ഏതെങ്കിലും രൂപത്തിലാണ്. ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഈശോ അല്ലെങ്കിൽ മാതാവിനെ, മുസ്ലിംസ് ആണെങ്കിൽ അള്ളാഹയെ. അപ്പോൾ ഏത് രൂപത്തിലായാലും നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഒന്നേ ഉള്ളൂ. നമ്മൾ വിശ്വസിക്കുന്നത് ഏത് രൂപത്തിലാണോ ആ രൂപം നമ്മൾ ശ്വാസം ഉള്ളിൽ നിന്നും വലിച്ചെടുക്കുന്ന സമയത്ത്, ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്തും നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ ഈശ്വരൻ്റെ രൂപം കാണുക. അപ്പം നമുക്ക് മറ്റുള്ള ചിന്തകളൊന്നും വരത്തില്ല. അങ്ങനെ കുറേ ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റൊന്നും ചിന്തകൾ വരാതെ നമുക്ക് ശരിക്കും ഏകാഗ്രത കിട്ടും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ രീതിയാണ് പറഞ്ഞു തരുന്നത്. എനിക്കതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മളെപ്പോഴും ദൈവത്തെ വിളിക്കുമല്ലോ. അപ്പോൾ ഏത് രൂപത്തിലാണെങ്കിലും ആ രൂപം നമ്മുടെ മനസ്സിൽ വന്നാൽ മതി. ഇപ്പം നമ്മൾ മനസ്സറിഞ്ഞല്ലേ വിളിക്കുന്ന, ഈശ്വരനെ വിളിക്കുന്നത്. അപ്പം ആ ഒരു രൂപത്തെ സങ്കല്പിച്ച് നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും ഹോൾഡ് ചെയ്യുമ്പോഴും, നമ്മൾ ഔട്ട് വെളിയിലോട്ട് വിടുമ്പോഴും ബ്രീത്തിങ് ശ്രദ്ധിക്കുക. അത് മാത്രം ശ്രദ്ധിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക, ഈശ്വരൻ്റെ രൂപം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഏകാഗ്രത കൂടുതലായിട്ട് കിട്ടും. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. അപ്പം അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ എല്ലാവർക്കും മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും. തന്നെയുമല്ല, ഈശ്വരനുമായിട്ട് നമുക്ക് ഒരു കണക്ഷനും ഉണ്ടാകും. ഞാൻ എൻ്റെ അനുഭവം പറയാമേ. പലരും പറയും വീഡിയോ ചെയ്യുമ്പം നിങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അതെന്താണെന്ന്. എനിക്കുണ്ടായ അനുഗ്രഹങ്ങൾ ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും അത് കേൾക്കുമ്പോഴെങ്കിലും മെഡിറ്റേഷൻ ചെയ്താൽ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാമെന്ന് വിചാരിക്കുമല്ലോ. മെഡിറ്റേഷനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം. എല്ലാവരും പല രൂപത്തിലാണല്ലോ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല മറ്റുള്ളവർ ചെയ്യുന്നത്. എനിക്ക് ഞാൻ ചെയ്ത് കിട്ടിയ അനുഗ്രഹങ്ങൾ, എനിക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കിട്ടിയതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മറ്റുള്ളവരെങ്ങനെയാണെന്നോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ പഠിച്ചതും ചെയ്തതും ഇങ്ങനെ തന്നെയാണ്. ഈശ്വരൻ്റെ രൂപം മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത്. അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങൾ എനിക്കുണ്ട്. അപ്പോഴേ ഞാൻ 2016 മുതൽ 2025 ഫെബ്രുവരി 26-ാം തീയതി വരെ ഞാൻ പച്ചവെള്ളത്തിൽ കുളിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ചൂടുവെള്ളത്തിലേ കുളിക്കത്തുള്ളായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഭഗവാനെ, ഇത്രയും പ്രായമല്ലേ എനിക്കായിട്ടുള്ളൂ. അപ്പം എനിക്കിപ്പോഴേ ഞാനിങ്ങനെ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ അങ്ങ് കൊതിയാ. നല്ല ചൂടുള്ള സമയത്ത് പോലും എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല. ഞാൻ പരീക്ഷിച്ച് നോക്കി, കുറേ പ്രാവശ്യം ഞാൻ പരീക്ഷിച്ച് നോക്കി. ഇന്ന് ഇത്രയും ആവിയും ചൂടും പരവേശമൊക്കെ ഇല്ലേ, എന്നാൽ ഇച്ചിരി പച്ചവെള്ളത്തിൽ കുളിക്കാം. പിന്നെ എനിക്ക് ഒരാഴ്ചത്തേന് ദേഹത്ത് മുഴുവൻ വേദനയും കാലിന് വേദനയൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇപ്പം 2025 ഫെബ്രുവരി 26-ാം തീയതിയാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഒരു 16 ദിവസം അവിടെ നിന്നു. ഞങ്ങൾ 2 പെൺമക്കളാണ്, വേറെ ആരും ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അവിടെ പോയി നിന്ന്
അവിടെ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോഴ് ഭയങ്കര തണുപ്പാണ് അവിടെ, റാന്നിയാണേ. ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം വൈകിട്ട് വെള്ളം ചൂടാക്കുന്നില്ല, ഇന്ന് പച്ചവെള്ളത്തിൽ അങ്ങ് കുളിക്കാന്ന് ഓർത്ത് മടിച്ചിട്ടാണെങ്കിലും ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചു. അത് ഭയങ്കര തണുപ്പായിരുന്നു വെള്ളത്തിന്. പക്ഷെ എനിക്കൊരു കുഴപ്പവും സംഭവിച്ചില്ല. പിറ്റേ ദിവസവും ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചു. അപ്പൊ ഞാനിങ്ങനെ യോഗ, മെഡിറ്റേഷൻ ഇതെല്ലാം ചെയ്യുന്നുമുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യുന്നു കേട്ടോ, ഗ്രാറ്റിറ്റ്യൂഡും ചെയ്യുന്നുണ്ട്. അപ്പോഴേ അങ്ങനെ ഒരാഴ്ച കുളിച്ചപ്പോഴും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഭഗവാനെ, ഇത്രയും വർഷം ഞാൻ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് എനിക്ക് ഇപ്പൊ പച്ചവെള്ളത്തിൽ കുളിച്ചപ്പം ഒരു കുഴപ്പവുമില്ലല്ലോ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഈ മെഡിറ്റേഷനും യോഗയും ഒക്കെ ചെയ്തതിന്റെ ഗുണമാണ് എനിക്ക് കിട്ടിയത്. അതിൽ പിന്നെ ഇന്നേ നിമിഷം വരെ, അതായത് 2025 ഫെബ്രുവരി മുതൽ ഇന്നിപ്പം ആഗസ്റ്റ് 4 അല്ലേ, ഇത്രയും നാളായിട്ട് ഞാൻ പിന്നെ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടേ ഇല്ല. അതെനിക്ക് ഈശ്വരൻ തന്നൊരു അനുഗ്രഹമാണ്. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കണ്ടേ, എല്ലാവരോടും പറയണ്ടേ. അപ്പം നിങ്ങളും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ പറയുമ്പോഴാണ് മറ്റുള്ളവർക്ക് അയ്യോ അങ്ങനെയാണോ, എന്നാൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള ഒരു ഇത് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പല പല അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം NSS പത്തനംതിട്ട NSS യൂണിയനിൽ തിരുവാതിര മത്സരമുണ്ട്, എല്ലാ വർഷവും ഉണ്ട്. ഞങ്ങളുടെ സമാജത്തിൽ നിന്ന് ഞങ്ങൾ പോയിട്ടില്ല. എല്ലാവർക്കും പോകണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമേ ഇല്ല. എനിക്ക് നമ്മുടെ അമ്പലത്തിൽ നിന്ന് കളിക്കണം, അല്ലെ അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് കളിക്കണം, അത്രയൊക്കെ ആഗ്രഹമുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നില്ല, യൂണിയനിൽ കളിക്കാൻ ഞാൻ വരുന്നില്ല. ഞങ്ങളുടെ സെക്രട്ടറി സ്മിതയുണ്ട്, സ്മിതയ്ക്ക് ഭയങ്കര നിർബന്ധം, സുജയ വാ, നമുക്കെല്ലാം കൂടെ കളിക്കാം, അത് പ്രൈസ് കിട്ടുന്നൊന്നും നോക്കണ്ട, നമുക്കൊന്ന് പങ്കെടുക്കാം, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ടീച്ചറിനെ വിളിച്ചു, ഞങ്ങൾ തിരുവാതിര പഠിച്ചു. സത്യത്തിൽ ഈ തിരുവാതിര മത്സരത്തിന്റെ തലേ ദിവസം വരെ എനിക്ക് ഇങ്ങനെ ഒരു മത്സരത്തിന് പോവുകയാണെന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്നോ ഇങ്ങനെയുള്ള യാതൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നിട്ടേ ഇല്ല. പിന്നെ നല്ലോണം കളിക്കാൻ പറ്റണമെന്ന് മാത്രം ഒരു ആഗ്രഹം, അതേ ഉള്ളായിരുന്നു. ഇങ്ങനെ ആദ്യമായിട്ട് പോവുകയും വരികയും ഇവിടുന്ന് പോകുമ്പോൾ തൊട്ട് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ തെറ്റാതെ കളിക്കാൻ കഴിയണേ. ഒരാൾ തെറ്റിച്ചാൽ അത് ആ ഗ്രൂപ്പിനെ ബാധിക്കും. സത്യം പറഞ്ഞാൽ അവിടെ ചെന്നു എനിക്കൊരു ശകലം പോലും പേടി തോന്നിയില്ല. നല്ല കൂളായിട്ടിരുന്നു. കളിച്ചപ്പോഴാണെങ്കിൽ നല്ല ചിരിച്ച് ആസ്വദിച്ച് കളിച്ചു. അപ്പോഴും പ്രൈസ് കിട്ടുമെന്നുള്ള ഒരു ഇതൊന്നുമില്ല. കളിച്ചതിന് ശേഷം പിന്നെ ഒരു 5-6 ഗ്രൂപ്പുകാരൂടെ കളിക്കാനുണ്ട്. കളിച്ചതിന് ശേഷം ഞാൻ വന്ന് ഈ ട്രോഫി ഇരിക്കുന്നതിൻ്റെ തൊട്ട് പുറകിൽ വന്നിരുന്നു. ഇരുന്നിട്ട് ഞാൻ ആ ട്രോഫിയെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഗുരുവായൂരപ്പനോട് പറഞ്ഞു, കണ്ണാ, ഇന്ന് എനിക്ക് ഈ ട്രോഫി വേണം, ഇതും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ, നീ എനിക്കിത് തരണം. സത്യം ഞാൻ അങ്ങനെ പറയുന്നത്. എന്നിട്ട് ഈ ട്രോഫിയെ നോക്കിയിരിക്കാൻ നല്ല സ്വർണ്ണ കളറിലുള്ള ട്രോഫി ഇരിക്കുമല്ലേ, ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, പക്ഷെ ഞാൻ ചെയ്ത കാര്യമാണ്. അപ്പോഴെൻ്റെ കൂടെ വന്ന എൻ്റെ കൂട്ടുകാരെല്ലാം ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. അയ്യോ, കളിച്ചു, ഒന്നും കിട്ടത്തില്ല. എല്ലാവരുടെയും മുഖം എല്ലാം, ചിലർ കരയുന്നു. ഞങ്ങളെ സെക്രട്ടറി സ്മിതയാണെങ്കിൽ ഭയങ്കര കരച്ചില്ല, അവളാണല്ലോ മുൻകൈ എടുത്തത്. അവൾക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് അവളങ്ങ് കരയുക. മറ്റുള്ളവരെല്ലാം സങ്കടപ്പെട്ടിരിക്കാം. അപ്പൊ ഞാൻ ഓരോരുത്തരോടും ചോദിക്കും, നിങ്ങൾ എന്തിനാ കരയുന്നേ? ഇന്ന് നമ്മൾ ഈ ട്രോഫിയും കൊണ്ടേ പോകത്തുള്ളൂ. എൻ്റെ ഉറച്ചൊരു വിശ്വാസം. ആരോടാ? എൻ്റെ കണ്ണനോടുള്ള വിശ്വാസം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് ഈശ്വരനോട് ഒരു വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ആഗ്രഹം സഫലമായിരിക്കും. അതാണ് എനിക്ക് കിട്ടിയ അന്നത്തെ ആ റിസൾട്ട്. പിന്നെയും 4-5 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവരെല്ലാവരും കളിച്ചു. അപ്പോഴും എൻ്റെ ആ വിശ്വാസത്തിന് ഒരു മാറ്റവും വന്നില്ല. ഇന്ന് ഈ ട്രോഫിയും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം, എനിക്ക് കിട്ടുമെന്നൊരു ഉറച്ച വിശ്വാസം. അപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് ചിരിച്ചോണ്ട് പറഞ്ഞിട്ട്, കണ്ണാ, ഞാൻ ഇതിൻ്റെ മുന്നിൽ ഇരിക്കുവാനേ, നീ എനിക്കിത് തരണം, ഞാൻ ഇതും കൊണ്ടേ പോകത്തുള്ളൂ. റിസൾട്ട് പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ സമാജത്തിന്റെ പേര് പറഞ്ഞു. ഫസ്റ്റ് പ്രൈസ് ഞങ്ങളുടെ സമാജത്തിന്റെ പേര് പറഞ്ഞു, NSS കരയോഗത്തിന്റെ. ഭഗവാനെ, ഞാൻ അവിടെ നിന്ന് സന്തോഷം കൊണ്ട് കരയുക. സന്തോഷം കൊണ്ടാ കരയുന്നത്. എൻ്റെ കണ്ണ് നിറഞ്ഞങ്ങൊഴുക. മേക്കപ്പ് എല്ലാം പോയി, മുഖമെല്ലാം വെളുത്തിരുന്ന മേക്കപ്പ് എല്ലാം അങ്ങ് കറുത്തുപോയി.
അതുപോലെ ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. അത്രയും നേരം മറ്റുള്ളവർ കരഞ്ഞപ്പം ഞാൻ ചിരിച്ചുകൊണ്ടിരുന്ന ഞാൻ ഈ ട്രോഫി കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ഭഗവാനേ എൻ്റെ കണ്ണാന്ന് വിളിച്ചാൻ അവിടെ നിന്ന് കരഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈശ്വരനുമായിട്ട് നല്ല കണക്ഷൻ വരുമ്പോൾ ആ സമയത്ത് നമുക്കുണ്ടാകുന്നതാണ് ഈശ്വരനോട് ഭയങ്കര വിശ്വാസമാണ്. നമുക്ക് നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഈശ്വരനെ സാധിച്ചു തരും. നേരെ മറിച്ച് ഇപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, മക്കൾക്ക് ആഗ്രഹമില്ല നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ. നമ്മൾ ആഗ്രഹിക്കുന്നതല്ലല്ലോ അവരാഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കും എൻ്റെ കുഞ്ഞിനെ ഇന്ന കോഴ്സിന് പോകാൻ പറ്റണം, അല്ലെ ഇന്ന ജോലി കിട്ടണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. ഭഗവാനെ ഉള്ളു തുറന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. നമ്മുടെ ആഗ്രഹത്തിനല്ലേ നമുക്ക് ഭഗവാൻ ആഗ്രഹം സാധിച്ചു തരത്തുള്ളൂ. അവർക്ക് ആഗ്രഹമില്ലാത്ത അവർക്ക് എങ്ങനെ സാധിച്ചു കൊടുക്കുന്നേ? അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് നമുക്ക് എന്ത് ആഗ്രഹിച്ച് നമ്മൾ വിശ്വസിച്ച് ഭഗവാനോട് പറയുന്നു, ആ കാര്യം ഉറപ്പായിട്ട് സാധിച്ചിരിക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഓരോരോ ബിസിനസ് എന്ന് പറഞ്ഞാൽ ചിട്ടി, തുണിയുടെ ഇത്, പിന്നെ തേയില എല്ലാം ഉണ്ടല്ലോ. അങ്ങനെ 3-4 സംഭവങ്ങളുണ്ട്. ഈ സംഭവങ്ങളെല്ലാം അങ്ങനെ ഭഗവാനോടുള്ള വിശ്വാസം അതിൽ കൂടിയാണ് എനിക്ക് സാധിച്ചു തരുന്നത്. അപ്പോൾ ഓരോന്നും ചെയ്യുമ്പം ഇത് സക്സസ് ആവും, ഇതെനിക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത്. അപ്പം ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എപ്പോഴും എന്നുള്ള ഒരു ഉറച്ച ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് അതിനെ എടുക്കുക. ഇപ്പം തന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങി, എല്ലാവരുമാണെങ്കിൽ സ്ക്രിപ്റ്റൊക്കെ എഴുതി തയ്യാറാക്കി ഒക്കെയാണ് വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് അപ്പോൾ വരുന്നതാണ്, അത് എവിടുന്ന് വരുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ സ്റ്റാർട്ടിങ് ആണ്, എനിക്ക് മുൻപരിചയം ഒന്നുമില്ല. പക്ഷെ എനിക്ക് ദൈവം തരുന്ന ഒരു കഴിവായിട്ട് ഞാൻ കണക്കാക്കുന്നു. എൻ്റെ മിടുക്കല്ല, അതെനിക്ക് ഭഗവാൻ തരുന്നതാണ്. ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി അങ്ങ് സർവകലാ വല്ലഭയാണെന്നൊന്നുമല്ല പറഞ്ഞു. ഇത്രയൊക്കെ എനിക്ക് ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിക്കാൻ കഴിയുന്നതെല്ലാം എൻ്റെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഞാൻ ഒന്നും തയ്യാറാക്കിയിട്ടല്ല വരുന്നത്, മനസ്സിൽ ഒരു കാര്യവുമില്ല, വന്ന് ഇരുന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് എല്ലാവർക്കും ഒന്നും അത്ര ഉൾക്കൊള്ളണമെന്നില്ല. അവൾ വന്നിട്ട് വല്ലോ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയാണ്, നാനാ ഭാഗത്തുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള ഒരുപാട് ജനങ്ങളെ കാണും. ഇപ്പം പപ്പ വന്നിരുന്ന് അടിക്കാതെ നമ്മളെ കൊണ്ട് കുറേ നേരമെങ്കിലും സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് എൻ്റെ ഭഗവാൻ എനിക്ക് തന്ന അനുഗ്രഹമാണ്. അപ്പോൾ എല്ലാവരും ഈശ്വരനിൽ ഉറച്ചു വിശ്വസിക്കുക, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് തന്നെ വിചാരിച്ച് മുൻപോട്ട് പോവുക. എപ്പോഴും ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക. അതിൽ കൂടി നമുക്ക് ആഗ്രഹിക്കുന്നതൊക്കെ നേടാൻ കഴിയും. ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല, എപ്പോഴും ഞാൻ പറയുവാണ്, ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ലായിരിക്കും മറ്റുള്ളവരും മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മാത്രമാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഏകാഗ്രത കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങളും അങ്ങനെ ശ്രമിച്ചു നോക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ്. താങ്ക് യു. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.